നമുക്ക് പാലക്കാട്ടേക്ക് പോകാം. അവിടെ ഒറ്റപ്പാലത്തും മലമ്പുഴയിലും UDF-നൊപ്പമുള്ളത് മുൻ CPM നേതാക്കളാണ്. ഒറ്റപ്പാലത്ത് PK ശശിയും മലമ്പുഴയിൽ A സുരേഷും. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ഇക്ബാൽ, PK ശശിക്ക് ഒറ്റപ്പാലത്ത് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരുപക്ഷെ ജയിച്ചു കയറിയേക്കാമെന്നും പറയുന്നു. മലമ്പുഴയിലാണെങ്കിൽ VS അച്യുതാനന്ദന്റെ വിശ്വസ്തനായിരുന്ന A സുരേഷ് എത്രയായാലും വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് കണക്ക് കൂട്ടുന്നത്, അല്ലേ? വിനീത, അതായത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന സമയത്ത് ഒറ്റപ്പാലത്തും മലമ്പുഴയിലും UDF-ന് വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ രണ്ട് മണ്ഡലങ്ങളിലും ഇത്തവണ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേ പിടിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു UDF-ന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു പദ്ധതി ആ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി UDF തയ്യാറാക്കുന്നത്. എന്തുകൊണ്ട് CPM-ന്റെ ഉറച്ച കോട്ടയിൽ നിന്ന് CPM-ലെ വിമതരെ തന്നെ മത്സരിപ്പിച്ചുകൂടാ എന്നൊരു ചിന്ത UDF-ന് ഉണ്ടാകുന്നു. അങ്ങനെയാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളുടെ ഇടപെടലോടുകൂടെ പിന്നീട് മലമ്പുഴയിൽ A സുരേഷ് എന്ന് പറയുന്ന VS അച്യുതാനന്ദനെ മുൻ പേഴ്സണൽ സെക്രട്ടറിയെ തന്നെ രംഗത്തേക്ക് ഇറക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നു. A സുരേഷുമായി സംസാരിക്കുന്നു. പിന്നീട് A സുരേഷിനെ തന്നെ മലമ്പുഴയിൽ കളത്തിലേക്ക് ഇറക്കുന്നു. ഒറ്റപ്പാലത്താണെങ്കിൽ അവിടെ UDF അവർക്ക് ലഭിച്ചതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഇത്തവണ കളത്തിലിറക്കിയത്. അത് CPM-ൽ നിന്നും പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങളെ തുടർന്ന് പുറത്തായി വന്നിട്ടുള്ള PK ശശിയാണ് UDF അവിടെ കളത്തിലേക്ക് ഇറക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും CPM-ന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള ഒറ്റപ്പാലത്തും മലമ്പുഴയിലും ഇത്തവണ കനത്ത വിജയ പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഉള്ളത്. വലിയ അട്ടിമറി തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളും നടത്താൻ കഴിയുമെന്നുള്ളതാണ് UDF-ഉം പ്രതീക്ഷിക്കുന്നത്. PK ശശി പറയുന്നത് തന്റെ നാട് കൂടിയാണ് ഒറ്റപ്പാലം മണ്ഡലം. മാത്രമല്ല CPM-നകത്ത് വലിയ രീതിയിലുള്ള അസംതൃപ്തരുണ്ട്. അവരുടെ വോട്ടും തനിക്കൊപ്പം നിൽക്കും. അതിനോടൊപ്പം തന്നെ UDF-ന്റെ സംഘടനാ സംവിധാനം കൂടി ഉണർന്ന് പ്രവർത്തിച്ചാൽ പിന്നീട് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താൻ ഒറ്റപ്പാലം മണ്ഡലം പിടിച്ചെടുക്കുമെന്നുള്ളതാണ് PK ശശിയും കാത്തിരുന്ന് കാണാം. ആത്മവിശ്വാസമുണ്ട് PK ശശിക്കും A സുരേഷിനും. തീർച്ചയായും CPM-ന്റെ മണ്ഡലങ്ങളിൽ ജയിച്ചു കയറാനായാൽ ഇരുവർക്കും അത് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാകുമെന്ന് തന്നെയാണ്. പാർട്ടി വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഇരുവരും കരുതുകയും ചെയ്യുന്നു. ഇക്ബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് ആലപ്പുഴയിലേക്കും കൊല്ലത്തേക്കും കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. അവിടെയും രണ്ടുപേർ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം മത്സരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അമ്പലപ്പുഴയിൽ നിന്ന് ജനവിധി തേടുന്ന മുൻ മന്ത്രി G സുധാകരനാണ്. ഒപ്പം കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും ലെബി സജീന്ദ്രനാണ് ചേരുന്നത്. ലെബി, വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിസ്മയമായിരുന്നു ഐഷ പോറ്റി. കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെ വിറപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ജയിച്ചു കയറും എന്നത് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. എക്സിറ്റ് പോളുകളിലും ഒക്കെ തന്നെ ആ സാധ്യതയും പറയുന്നുമുണ്ട്. മറ്റൊന്ന് G സുധാകരനാണ്. CPM-നെ തന്നെ ഞെട്ടിച്ച ഒരു വലിയ ചുവടുമാറ്റമായിരുന്നു, ഒരു വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു G സുധാകരനത്. ഏത് രീതിയിലായിരിക്കും ഇത് പ്രതിഫലിക്കാൻ പോകുന്നത്, ലേബി? വിനീത, ഇവർ രണ്ടുപേരും, പ്രത്യേകിച്ച് G സുധാകരൻ ഒരു കാലത്ത് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആലപ്പുഴയിലെ മുഖം, VS അച്യുതാനന്ദന്റെ പ്രതാപകാലത്ത് പോലും പിണറായി വിജയനെ ഏറ്റവും ശക്തമായ പിന്തുണ നൽകിയാൽ അത്രത്തോളം സ്വാധീന ശക്തിയായി വർത്തിച്ചയാൾ. G സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതൊരു വലിയ സന്ദേശം, അതായത് ഈ ഇടതുപക്ഷ ചിന്തകളിൽ നിന്ന് വ്യതിചരിക്കുന്നു CPM എന്നുള്ള ആശയക്കുഴപ്പമുള്ളവർക്ക് അല്ലെങ്കിൽ അതിന് പരാതിയുള്ളവർക്കൊക്കെ ഒരു സ്വാധീന ശക്തിയായി അദ്ദേഹത്തിന്റെ വിജയം കാരണമാക്കും. അതൊരു വലിയ ചർച്ചയായി CPM-നുള്ളിൽ രൂപപ്പെടും. ആലപ്പുഴയ്ക്ക് പുറത്തേക്കും കേരളമെമ്പാടും അത് ചർച്ചയാവുകയും ചെയ്യും. അതുതന്നെയാണ് ഐഷ പോറ്റിയുടെ കാര്യവും. ഐഷ പോറ്റിയും ഈ പറയുന്നത് പോലെ ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ ദീർഘകാല നിയമസഭയിലും ഇരുന്ന് അതിന്റെ പ്രതിനിധീകരിച്ച് ആ മണ്ഡലവുമായി എത്രത്തോളം ആത്മബന്ധമുള്ള ആളാണ്. വിജയിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും വിജയിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ UDF MVR-നും ഗൗരിയമ്മയ്ക്കും ഏറ്റവും ഒടുവിൽ KK രമയ്ക്കും ഒക്കെ ഒരുക്കിയതുപോലെ ഒരിടം UDF-ൽ ഉണ്ടാവും. കൃത്യമായ സ്പേസ് ഉണ്ടാവും. അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം UDF ഒരുക്കും. അതുമാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ രണ്ടുപേരുടെയും വിജയം വലുതായി തന്നെ CPM-നുള്ളിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. അതുമാത്രമല്ല, പരാജയപ്പെടുകയാണെങ്കിൽ വിനീത ഓർക്കുക, ഇവരുടെ രാഷ്ട്രീയ അസ്തിത്വമാണ് ചോദ്യം ചെയ്യപ്പെടുക. സ്വാഭാവികമായും ഇവർ രാഷ്ട്രീയ ചരിത്രമായി മാറും, അല്ലെങ്കിൽ അത് വിസ്മൃതിയിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും G സുധാകരൻ ജയിച്ചാൽ ഉറപ്പായും അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഐഷ പോറ്റിയും കടുത്ത മത്സരം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ലെബി പറഞ്ഞതുപോലെ തന്നെ ഇരുവരുടെയും രാഷ്ട്രീയ ഭാവിയെ കൂടി ആശ്രയിച്ചിരിക്കുന്നു ഈ ജയ പരാജയങ്ങൾ എന്നതാണ് നമ്മൾ